നാടൻ കോഴി പെരട്ടാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടൊരു പാനിൽ നമുക്ക് എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് താളിക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പം കറിവേപ്പിലയും മല്ലിയിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കറിവേപ്പിലയും മല്ലിയിലയും ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് അടിയിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് മസാല ചേർത്ത് തുടങ്ങാം. ആദ്യമായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീടും ചേർക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ മസാല അടിയിൽ പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മസാലയെല്ലാം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ 3 കിലോ ചിക്കനാണ് എടുക്കുന്നത്. ഫ്രഷ് ചിക്കൻ 3 കിലോ. ഇനി മസാലയും ചിക്കൻ പീസും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇവിടെ 3 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഇതിലൊഴിച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിനി ചിക്കൻ കുറച്ചു നേരം തുറന്നു വെച്ച് വേവിക്കാം. ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആദ്യമൊന്നും നമ്മൾ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഇടുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ വേവാൻ ആവശ്യമുള്ള ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നാടൻ കോഴിയാണ്, അപ്പോഴേക്കും വേവ് കൂടുതലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. വെള്ളമെല്ലാം നല്ലപോലെ തിളച്ചു. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യം അനുസരിച്ച് നമുക്ക് ചേർക്കാം. മുളക് പൊടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ എരിവനുസരിച്ച് കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ചേർക്കാം. നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർക്കില്ല. അപ്പം നമുക്കിതിനകത്ത് കുറച്ച് എണ്ണ ചേർക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ നമുക്കിതിലേക്ക് ചേർക്കാം. ഇത് മെയിനായിട്ട് വെള്ളവും ചൂടുവെള്ളത്തിലും ഈ എണ്ണയിലുമാണ് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നത്. നമ്മൾ തേങ്ങാപ്പാലോ വേറെ ഒന്നും ചേർക്കത്തില്ല. ഇനി കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഗ്രേവി ഡ്രൈ ആക്കിയാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക.
ഈ ഗ്രേവി കരിഞ്ഞ് പോവാതെ നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവി കംപ്ലീറ്റ് വറ്റുന്നത് വരെ, നല്ല ഡ്രൈ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ കോഴി പിരട്ട് ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഗ്രേവിയെല്ലാം നല്ലപോലെ ഡ്രൈ ആയി വന്നിരിക്കുകയാണ്. ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഇതിന് മുമ്പ് തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ നല്ല ഗ്രേവി ഡ്രൈ ആക്കിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. ഇന്നത്തെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.